ഞാൻ വീഡിയോ എടുക്കുവോ നീ പറഞ്ഞോ? ഓപ്പോസിറ്റ് അല്ല, അതിനകത്ത് കുറേ കടകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ ഉള്ളൊരു കടയിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. കുറേ നല്ല ചെരുപ്പുകൾ. ഇതാണ് കേസ് കട, സേവിങ് സൊല്യൂഷൻ. ആയിട്ടില്ല. ഇത്ര വലുതായിട്ടും ഇതിൽ കയറുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്ത് സ്നോ സ്പ്രേ? Tapi ക്യാൻവാസ് കണ്ടു ഗൈസ്. ക്യാൻവാസ് സാധനമില്ലാത്തതാണ് ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. സോ കുറേ വൈറ്റ് ബോർഡ്സ് ഉണ്ട്. കണ്ടോ ഇത്ര കരിപ്പുള്ള സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നേരവേ ഇരുന്ന വേസിനെ എടുത്തിട്ട് ചുമ്മാ അതിന് ചൊറിയുന്ന അവൾ. സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ. നല്ല സുഖം. പണ്ട് ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ബോള് ഷൂവിന് വരത്തില്ലേ? നല്ല സുഖമുണ്ട് ഇങ്ങനെ. ഉണ്ടോ? ഇത് സ്റ്റഡി ടേബിൾ പോലത്തെ ടേബിളാണ് ഗൈസ്. കണ്ടോ? റൈറ്റിംഗ് ബോർഡ്, നെയിം സ്ലിപ്പ് ഇത്രയും. ഓ മൈ ഗോഡ്. ഡയറി. ഇത് ഇത്രയും കൂടിയാണോ? ഇതുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം കൂടി ചെറിയതായിരിക്കും. ഇത് കണ്ടോടി. പലതരത്തിലുള്ള കളർ ബ്രഷസ് ഉണ്ട്. സ്ലിപ്പർ അല്ലടി അത്. വാ പോവാ. ലഞ്ച് ബോക്സ്. ഇത് ഇത്രയും 5 റിയാലാണോ അമ്മി?
നമുക്ക് പെൻസിൽ കേസ് വാങ്ങിക്കാനോ? അല്ല, ക്യൂട്ട് പൗച്ച്. ഇതുണ്ട് അറബിയിൽ ഓർഗൻസിൻ്റെ പേരാണ് ഇതിനകത്ത്. പിന്നെ ബ്രെയിനിൻ്റെ ഇത് ബ്രെയിനാണോ? ഓ, പല്ലാണോ? പല്ലിനൊക്കെ ഈ കളറോ? ഈ ഫയൽ കണ്ടോ ഗൈസ്? ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ്. എന്തുവാണിത്? വാട്ടർ. ഓ, സ്റ്റിക്കർ പൊതി പേപ്പർ. പപ്പി പി മോളെ മോളെ സോഫ്റ്റാണ്. നോക്കാം. ഓ മൈ ഗോഡ്, ഭയങ്കര സോഫ്റ്റ്. ഇത് സെയിം ലഞ്ചിലൊക്കെ എന്തെങ്കിലുണ്ട്, പക്ഷെ പൊട്ടിപ്പോയി. ഈ 2 എണ്ണത്തിന് എത്ര രൂപയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചാണ് ഗൈസ്. കാരണം എൻ്റെ ഡ്രോയിങ് ബുക്ക് തീർന്നു, ഖത്തം ഹോ ഗയാ. കുറേ ഡയറീസ് ഉണ്ട്. എനിക്ക് ഡയറി പ്ലാൻ തന്നെ, പക്ഷെ ഞാനൊന്നും എഴുതത്തുമില്ല, പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്യാൻ ഞാൻ നടക്കുവാണ്. ഇതെന്ത് കളേഴ്സാണ്. കളേഴ്സ് എനിക്ക് ആവശ്യത്തിലധികം ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഭ്രാന്ത് പോലെയാണ്. ഇവിടെ കുറേ നല്ല പ്ലാൻസൊക്കെ ഉണ്ട്. പ്ലാനായിട്ട് എന്തോ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ റാപ്പറുണ്ട്. ഇവിടെയും കുറേ പ്ലാൻസ് അതേപോലത്തെ. ഈ സൈഡ് നോക്കാം. ഈ സൈഡിൽ കുറേ എന്തെന്നത് സ്ലൈം, ക്ലേ. ഈ സ്ലൈം കണ്ടോ ഗൈസ്? എൻ്റെ ഡ്രസ്സിന് മാച്ചായ സ്ലൈം. പിന്നെ എന്താണ്ടൊക്കെ സാധനങ്ങളാണ്. ക്ലോക്ക് കിട്ടും ഗൈസ്. ഡോക്ടർ സ്റ്റിച്ച്. ഈ പെയിന്റിങ്സ് കണ്ടോ ഗൈസ്? ആ പെയിന്റിങ്സ് ഒന്ന് കാണിച്ച്. പെയിന്റിങ്സ് ഒന്ന് കാണിച്ച്. നല്ല മനോഹരമായ 3D പെയിന്റിങ്. ആ പെയിന്റിങ് ഒന്ന് കാണിച്ച്. ആ പെയിന്റിങ് ഒന്ന് കാണിച്ച്. ഇവിടെ കുറേ മിറേഴ്സ് ഉണ്ട്. അതെ, ഞാൻ ഇപ്പോൾ കൊച്ചിനെ കാണിച്ച അതേപോലത്തെ പെയിന്റിങ്സ് ഉണ്ട്. ഇതുണ്ട് കുഞ്ഞി ബാഗ്. എൻ്റെ ആയിരിക്കുന്നതിനേക്കാളും കുഞ്ഞി ബാഗ്. ഇത് കണ്ട് കുറേ ഉണ്ട്. ആണ് ഇതെന്നെ എടുക്കാൻ ഹായ് ചോദിച്ചത്. ബുക്കാണോ? ആണ്. കണ്ടോ കേസ്? ബുക്കാണ്. കണ്ടോ കണ്ടോ കേസ്? നല്ല ക്യൂട്ട് പ്ലാന്റ്. ഇപ്പോഴത്തെ ഇവിടെ കുറേ ഷാമ്പു, കണ്ടീഷണർ, ബോഡി ലോഷൻ, ഫേസ് ലോഷൻ, ക്രീം, അങ്ങനെ എന്തൊക്കെയാണ് കേസ്. ഇവിടെ കുറേ വാട്ടർ ബോട്ടിൽസ്, കണ്ണാടി. ഞാൻ നേരത്തെ കാണിച്ചത് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ കേസ് ഇതിനെ കണ്ടോ കേസ്? എന്ത് ക്യൂട്ടാന്ന് നോക്കും. ഇത് തപ്പി വന്നിട്ടുണ്ട്. ഇതുണ്ട് കേസ്. ഫാൻ കറങ്ങുന്നവിടെ കറങ്ങുന്നത് കറങ്ങൂല. എന്തോന്ന് അത്? ഇപ്പുറത്ത് ബാ, ഇപ്പുറത്ത് സാൻഡല്ലേ ദേ ഇരിക്കുന്നു. ഇതിനാണ് അവള് സാൻഡ് എന്ന് പറഞ്ഞത്. യെസ്, ദേ സാധനത്തിന് കൈനറ്റിക് സാൻഡ്. മോളവൻ തപ്പിക്കൊണ്ട് അവിടെ ഇരുന്നോ, ഞാൻ പോവാന്ന്. ഇത് കണ്ടോ ഗൈസ്? ഇവിടുത്തെ പിള്ളേർ പഠിക്കുന്നതാണ്. നമ്മുടെ പിള്ളേർ ആപ്പിൾ, ബനാന എന്നൊക്കെ പഠിക്കത്തില്ലേ, അതേ ഇവിടുത്തെ പിള്ളേർ ഇങ്ങനത്തെയാണ് പഠിക്കുന്നത്. കുഞ്ഞു പിള്ളേർ. എന്തുകൊടുത്ത് സ്റ്റിക്കറോ? ഓ ഗൈസ്, ഇത് സ്റ്റിക്കറാണ്. ഓ, ഈ വർക്കിംഗ് ബുക്കാണെന്ന് തോന്നുന്നത്. പിള്ളേർക്ക് വേണ്ടിയുള്ള വർക്കിംഗ് ബുക്ക്, സ്റ്റിക്കർ വർക്കിംഗ് ബുക്ക്. എന്തൊരു നമുക്കിനി നോക്കാം കേസ്. ഇതും സ്റ്റിക്കർ തന്നെയാണോ? അല്ല, ഈ സ്റ്റിക്കറല്ല ഇത്. ഓ, ഇത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും മനസ്സിലാകത്തുണ്ട്. ഇതിനകത്തുണ്ടല്ലോ ഒക്കെ സ്റ്റിക്കർ. കണ്ടു, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്.
എനിക്ക് സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റിക്കറോടെ ഞാൻ ഈ കസേരയുടെ സ്റ്റിക്കർ പോലും വലിച്ച് ഇളക്കി കളിക്കുന്ന ആളാണ്. ആ ഒരു സ്വഭാവം മാത്രമേ എനിക്കുള്ളൂ. ഹയാക്ക് എന്താണ് പറയാനുള്ളത്? ഹയാക്ക് ഇവിടുന്ന് എന്താണ് വേണ്ടത്? സാന്റായോ? നിനക്കല്ലേ എല്ലാം അറിയത്തുള്ളൂ. എന്തോ ഇത് വേറെ കമൻറ്റ് ചെയ്യുക. എനിക്കത് മനസ്സിലായതുണ്ടോ? കുറേ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് റഗ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വേണ്ടി ഒരാൾ ഗിഫ്റ്റ് ഒന്നും ചുമ്മാ ഞാൻ ചുമ്മാ എവിടുന്നോ തപ്പിയെടുത്തോ. എന്താണിത്? നമ്മുടെ ഹോട്ടലിൽ നിന്ന് ആൾക്കാർ കൊടുക്കുന്ന മറ്റേ ബില്ലിന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് വേറെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. കണ്ടോ, ഞങ്ങൾ എടുത്തതാണിത്. ഹായ് മൈലാഞ്ചി അച്ഛ്. മൈലാഞ്ചി അച്ഛ ആദ്യം ഇത് ഒട്ടിച്ചിട്ട് മൈലാഞ്ചി ഇങ്ങനെ 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 കുത്തി വരച്ച് കൊടുത്താൽ മതി. എന്നാ ഇതെടുക്കാൻ ചെറുത് നല്ല രസമില്ല കാണാൻ. എനിക്ക് സ്റ്റോറേജ് ബോക്സസ് വേണം. നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാണ് മേക്കപ്പ് സ്റ്റോറേജ് ബോക്സ്. ലേസിന് ചെറിയ ചെറിയ പാക്കറ്റ് അടി കുടുക്ക. ഇത് കുടുക്കാണോ? എന്തോ നോക്കാം. എന്തോ റൗണ്ട് പോയിട്ടുണ്ട് എന്തോന്നറിയില്ല. മറ്റേ സിംബാഡ് ഇതെന്തോന്നടി ഇത്? ഓ ഇതെന്ത് ബാഗ് പോലത്തെ സംഭവമാണ്. കുറേ ചീപ്പുണ്ട്. ഇതൊക്കെ ഇറങ്ങുന്ന സ്വഭാവമുണ്ട്. കുറേ സ്പോഞ്ചുകളാണ് കഴിച്ചത്. പിന്നെ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന സാധനം, ഉടുപ്പ് കഴുകുന്ന സാധനം അതൊക്കെയാണ്. തലങ്ങണിയാണ്. എന്ത് ഇത്? തലങ്ങണിയാണ്. ഇത് മറ്റേ നമ്മുടെ കാറിനല്ല, നമ്മുടെ വീടിന്. ഇതെന്തുവാ അപ്പം ഇത്? തലങ്ങണിയാ? എന്ത്? അത് വീട്ടിൽ തൂക്കിയിടുന്നതല്ലേ? അതോ കാറിൽ തൂക്കി കിട്ടുന്നേ? ഇത് നമ്മുടെ സുഫ്രയാണ്. സുഫ്ര ടേബിൾ കവറുണ്ട്. ഇതെന്തുവാ? മീൻ പെടൽ വേന മാറുന്ന സാധനമാണോ? ആണെന്നെങ്കിൽ ഉമ്മിക്ക് എടുക്കാമല്ലോ. ഇത് നോക്കാം. ഇതെന്തുവാ അപ്പം ഇത്? കുറേ കവറിനകത്ത്. ഓ എന്തോ തീറ്റി എന്തോ ഉണ്ട്. നമ്മുടെ എന്താ പറയുക ആ സാധനമുണ്ട്. ഇത് സാധനങ്ങളാണ്. ഇത് കണ്ടോ അമ്മി? തറയിൽ ഇവിടെ റെയിൻകോട്ട് ഉണ്ട്, കുടകളുണ്ട്, കണ്ടു ഒരു പാറകളുണ്ട്. ഇതിനെത്ര 11 റിയാലോ സാധനത്തിനോ ഇത്രയത്തിനോ? ഞാൻ ആപ്പ് എടുത്ത് പോയി ചോദിച്ചോക്കട്ടെ. പാപ്പി സ്പോഞ്ചി പോലത്തെ സാധനം. ഇത് സോപ്പ്, തുണി കഴിയുന്ന സാധനം, തുണി കഴിയുന്ന പൊടി, ഇതെന്താണ്? വെറ്റ് വൈപ്സ്.
കൊച്ചുപിള്ളേരുടെ വൈബ്സ് ആണ്, ബേബി വൈബ്സ്. ഇതെന്ത് പേര്? സുഫ്ര. സിപ്പർ ബാഗ്സ് ഉണ്ട് ഇവിടെ. പിന്നെ അടുത്ത് ഉണ്ട് ഗൈസ്, കുറേ പൗച്ചസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇത് ഇവിടെ ടിഷ്യൂസ് ആണ്, കുറേ നാപ്കിൻസ്. ഈ നാപ്കിൻ നല്ല ഡിസൈൻ അല്ലേ. ഇത് മറ്റേ പാട്ടാക്കളൊക്കെ പോലത്തെ നല്ല ഗ്ലിറ്ററി. ഇത് കഴുത്ത് വേദന ഉമ്മി, ഇത് കഴുത്ത് വേദന മാറുന്ന സാധനമാണ്. കുറേ റേസേഴ്സ് ഉണ്ട്. റേസേഴ്സ് അല്ല, റേസർ. നമ്മളെ കുറേ ഡ്രോയറാണ്. ബോൾസ് കേസ്. ഇതിലെത്രയാണ് നോക്കാൻ കേസ്? നോക്കാം. കുറേ ടോയ്സ് ഉണ്ട് കേസ്. പിന്നെ ഇതെന്താണ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. ക്യൂട്ടിട്ട് TPS നമ്മുടെ മറ്റേ മണ്ണ് മാംസമാണ്. കുറേ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ നെക്ക് പില്ലോസ് ആണ് ഇവിടെ. ഇവിടെ നല്ല സോഫ്റ്റ് മെത്തകളാണ്. ഇവിടെ നമ്മൾ വീട്ടിലിട്ട് നടക്കുന്ന ചെപ്പൽസ് ആണെങ്കിൽ നല്ല നല്ല സോഫ്റ്റായിട്ടുള്ള. എനിക്കെന്താ കണ്ടാലും ഇങ്ങനെ തൊട്ട് ശീലിച്ച് പോയി ഗൈസ്. നല്ല ഗ്ലിറ്ററി കുറേ നല്ല കുറേ ഡിസൈൻസ് ഉണ്ട് ഗൈസ്. അയാൾക്കൊരു ചെരുപ്പ് വെക്കാണ്, കാരണം അയാളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. നമുക്ക് ടായ്ഫോണിൻ്റെ ദിവസം നമുക്ക് ഇതെന്താണ്, ഇതെന്തൊരു എന്ത് പറ്റി? തൊപ്പിയോ? ഓ മറ്റേ എന്തുവായിരുന്നു എൻ്റെ പേര്? മറന്നുപോയി. ടെറബൻ. ഇപ്പോഴാണോ ടെറബനാണ് കേസ്. പല ടെറബനാണോ എൻ്റെ പേരെങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ ഇതെന്താണ് സാധനം? ഇത് ടവ്വല്ലോ ആണോ തോന്നുന്നത്. നല്ല സോഫ്റ്റ് ബ്ലാങ്കറ്റ് പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ തലങ്ങാണി ഓറ. പിന്നെ കുറേ ഷൂസ് അവിടെ ഉണ്ട്. നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിങ്ങിനൊക്കെ വെക്കണം. ഇത് നമ്മുടെ കാറിൻ്റെ പുറകെ തൂക്കിയിടാം. നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. ഞാൻ വാപ്പിടൊക്കെ വേണമെന്ന് പോയി ചോദിക്കട്ടെ. ഇത് കാശ് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ കുറേ വലിയ തെലുങ്കണികളാണുള്ളത്. ഇനി കുറേ ചെരുപ്പാണ് ഉള്ളത്. ഇവിടെ പിന്നെ എന്ത് വേണ്ടത്? ഓ മറ്റേ മാജിക് ടിഷ്യൂ ഇല്ലേ, ആ സാധനമാണ് കേസുള്ളത്. കേസ് തുറന്ന കേരള കുറേ ഗ്ലിറ്റേഴ്സ് ഉണ്ട് കേസ് ഇവിടെ. ഇതെന്താണ്? പാർട്ടി പോപ്പറാണ് കേസ്. 2 ഓഫറാണെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് കുടിച്ച് നോക്കാം. രണ്ട് സ്പൈസ ഡോളറിൻ്റെ പാർട്ടി പോപ്പറാണ് കേസ്. കണ്ടു. ഇത് നല്ലൊരു ക്യൂട്ടി ബാഗ്. ഇവിടുത്തെയൊക്കെ ബാഗ് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ എത്ര വർഷം വേണമെങ്കിലും കിടന്നോളൂ. ഞാൻ ഇവിടുത്തെ ഏതോ ഒരു കടയിൽ നിന്ന് ഒരു ബാഗ് വാങ്ങിച്ചാണ് കേസ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. കുറേ എന്താണ് അല്ലോ, ഇവിടെയും കുറേ പൗച്ചസാണ്. ഞാൻ അവിടെ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര വലിയ കടയായതുകൊണ്ട് എനിക്ക് തന്നെ ഇവിടെ നിന്ന് ഒരു ഐഡിയയും ഇല്ല. നമുക്ക് നേരെ പോകാം കേസ്. ഇവിടെയും കുറേ ചിരിപ്പുകളാണ് കേസ്. ഇതെന്താണ്? പെർഫ്യൂം ഗിഫ്റ്റ് ബോക്സോ എന്തോ ഒരു സാധനമുണ്ട്. ഇവിടെ മേക്കപ്പ് ബോക്സ് ഉണ്ട് കേസ്. അമ്മേ ഇതെന്താണിത്? സോപ്പ് പെട്ടിയാണ് കേസ്. അയാൾക്ക് വീണ്ടും
നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നിട്ട് നമുക്ക് ഈ ചെരുപ്പ് എടുത്തോ. നിനക്ക് ഏതാടി പണ്ടി മേടിച്ചു തന്നത്? ഏത് 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 റെഡ് കളറിൽ നിനക്ക് പണ്ട് വാങ്ങിച്ചു? എനിക്ക് ഓർമ്മയില്ല. ഇത് കണ്ടോ അമ്മ കാറിനകത്ത് വെക്കുന്നത്? നോക്ക് കണ്ടോ? ഇത് കാറിൻ്റെ ബാക്ക് സൈഡിൽ വെക്കുന്നത്. ഇത് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ, ടിഷ്യൂ സ്റ്റോർ ചെയ്യാൻ, കുറേ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു മഫ്തയില്ല, ടർബനാ. ഇത് കണ്ടു നമ്മൾ കുളിച്ചിട്ട് തോർത്താൻ വേണ്ടി മഫ്തയും ഉണ്ട് ടർബനും ഉണ്ട്. ഇത് മഫ്ത. ഇത് ഞാൻ പോലും യൂസ് ചെയ്യാറില്ല. മീനിൻ്റെ വാൽഭാഗവും നമ്മുടെ കുറേ ടോയ്സ് ഉണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്ന സാധനം, പിന്നെ ജിമ്മിന് യൂസ് ചെയ്യുന്ന സാധനം, പിന്നെ കുറേ സ്വിമ്മിങ് ഗൂഗിൾസാണ്. ഗൂഗിൾസ് ഉണ്ട്. ഇത് കുറേ പൈപ്പ് ടൂൾസ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ. എന്താ ഐലൻഡ്സോ? ഇതെന്ത് സാധനം? സേഫ്റ്റി പ്രൊട്ടക്ഷൻ, ബേബി സേഫ്റ്റി. എന്താ ഇത് കുറേ അങ്ങനെ സാധനങ്ങളുണ്ട് അതിലൂടെ. പിന്നെ ഹോട്ട് ഗ്ലൂ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഹോട്ട് ഗ്ലൂവിൻ്റെ സ്റ്റിക്ക്, കുറേ ടവൽസ് ഉണ്ട്. എന്താണ്ടൊക്കെ സാധനങ്ങളാണ് ഗൈസ്. ഇതിനകത്തുനിന്ന് ടിഷ്യൂവിൻ്റെ പകരം ടവല് വരുന്നു. അത് കൊള്ളാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് എന്തൊക്കെ കാര്യം കാണുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങളെ എന്തൊക്കെ ചെയ്യാനാ ശാസ്ത്രത്തിൻ്റെ ഓരോരോ പോക്ക്. പിന്നെ ഇതെന്താണ്? ഷൂസാണ്. എന്താണ് ഷൂ സോക്സ് അങ്ങനെ കണ്ടുപിടും. അല്ല മറ്റേ വലിയ ലോങ് സോക്സ്. കുറേ സോക്സ് ഉണ്ട് ഇവിടെ. എനിക്ക് വീട്ടിൽ സോക്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇടൂല. കുറേ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി തൊപ്പി അടുത്തോട്ടോ. ഞാനാണെങ്കിൽ എന്താ ചകിരിയുടെ സെക്ഷൻ. എന്താണ് സാധനം എന്താ പറയാ? ഇത് കണ്ട കേസ് ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ ഇത് ഷാർജ ശരിയാണ്. ഞങ്ങൾ പുതിയ സാധനമൊക്കെ ഇതിനകത്ത് ഹാർട്ടുണ്ട്. പിന്നെന്താ ഇങ്ങനത്തെ കുറേ ഹാർട്ട്സാണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സാധനം നമ്മുടെ ഗ്ലാസ് കഴുകാനാണെന്ന് തോന്നുന്നു. ഈ ചട്ടി ബാത്ത് ഗ്ലൗസ്. ഓക്കെ, നമ്മൾ കുളിക്കാൻ നേരം ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ്. ഇത് അപ്പുറത്തോട്ടുള്ളത് മൊത്തം തുണി സെക്ഷനാണ്. നമുക്കവിടെ പോകാൻ നേരം കാണിച്ചു തരാം. എന്താന്ന്? കമ്പനി ഉടുപ്പല്ലേ? കമ്പനിയിലെ അവിടെ ഉടുപ്പ് കുറേ കാണിച്ചത്. ഇവിടെ കുറേ തൊപ്പികളുണ്ട്. സോഫ്റ്റ് തൊപ്പി, ബ്ലാക്ക് തൊപ്പി, വൈറ്റ് തൊപ്പി, അങ്ങനെ പല തൊപ്പികളുണ്ട്. ഞാനൊരു തൊപ്പി ഇട്ട് നോക്കട്ടെ ഗൈസ്. ഞാൻ എൻ്റെ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് തൊപ്പി ഇടാൻ പോവാണ്. എനിക്ക് കണ്ടിട്ട് എങ്ങനെയായിരുന്നു തോന്നുന്നു അതായിരിക്കും ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നോക്കട്ടെ. ഞാൻ തൃപ്തികളില്ല ഉണ്ടല്ലോ. അതിനൊന്നും മുതലാശം ചോദിക്കിട്ട് നോക്കിയാണ്. നമുക്ക് വേറെ തൊപ്പിട്ട് നോക്കാം. ഇതെന്തത്? കുത്തം മിനാറ്. വണ്ടിയിലല്ല, ഈ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയ കാർപ്പറ്റാണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ കൊച്ചുള്ളവർക്ക് വേണ്ടി കളിക്കാൻ ഇതുണ്ട് ഗൈസ്. ഇത് കവറിലാക്കിയിട്ടേക്കുന്നത്. നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷൻ ആയിരിക്കുന്നു ഗൈസ്. ഇത് അറബികൾ ഇവിടെ ഇടുന്ന ഞാൻ തോന്നുന്നത്. കൊച്ചറബി സോറി, ലാബ് കോട്ടാണ് ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറേ ചെരുപ്പൊക്കെ ഒന്നും മേടിച്ചില്ല. എൻ്റെ അമ്മോ, നമ്മളെ കണ്ടോന്നല്ല ഗൈസ്. ഇതിന് ഒരു ലോഡ് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇത് നമ്മുടെ തുണി അലക്കുന്ന സാധനമാണ്. തുണി അലക്കാം. ഇവിടെ കുറേ ചെരുപ്പുകളാണുള്ളത്. നമ്മളിവിടെ വന്നതല്ലേ? നമ്മളിവിടെ വന്നതാണ്.
ഇതെന്തുവാ ഇത് അല്ല അങ്ങനെ നമുക്ക് പോവാം. കണ്ടോ അയാൾക്ക് പറ്റിയ നിങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ സെറ്റായി. എന്നിട്ടില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. നല്ല ബാഗുകളാണ് ഗേൾസ്, അയാൾക്ക് പറ്റിയ ബാഗുകൾ. ഇതൊക്കെ പറയാം മേക്കപ്പ് പ്രോഡക്ട്സ് നോക്കട്ടെ. ഞാൻ ഈ ഷെയ്ഡ് നല്ല കളറിൽ ഗേൾസ്, കുറേ ഫൗണ്ടേഷൻ. ഹയ ഓരോരോ സ്ഥലത്തെടുത്തുമ്പം കിടന്ന് ഞെട്ടുകയാണ്. കുറേ ക്രീംസ് ഉണ്ട് ഗൈസ് ഇവിടെ. അയാൾക്ക് മുഖത്ത് തേക്കാൻ ക്രീം വേണ്ടേ? എന്താണത്? കോക്കനട്ട് സാൾട്ട് ബോഡി സ്ക്രബ്. ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല, എന്നാലും ചുമ്മാ വായിച്ചു നോക്കിയാണ് യൂസ്. കണ്ടോ കുറേ ലിക്വിഡ്സ് ആണ് നമ്മുടെ പാത്താണ്. പിന്നെ ജെല്ല്, പിന്നെ കുറേ തറ തുടക്കുന്നത്. എത്രയും നടക്കണം, കാല് പോയി. ഗ്ലാസ് സ്റ്റെറ്റൂള്, കുറേ ഫർദകൾ. അയാൾക്ക് വേണ്ടി ഫർദ നോക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ നല്ല ഡിസൈൻസ് ഒക്കെയാണ് ഇതിൻ്റെ നടുക്ക്. ഇപ്പോഴത്തെ ഷൂസാണ് ഗൈസ്. ഞാൻ എനിക്ക് വേണ്ടി ഫർദ നോക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഉമ്മയുടെതാണ്, ഒന്നും വേണ്ട. എനിക്ക് ഉമ്മയുടെ കുറേ ഫർദ ഇരിപ്പുണ്ട്, എന്നാലും കണ്ടു ഗൈസ്. ഹയായി കണ്ടു ഫർദ എനിക്ക് കളക്ഷൻ നോക്കാൻ ഇറങ്ങിയിട്ട് ഗൈസ്. നമുക്ക് പിന്നെ നമ്മുടെ ഉമ്മീനെ കൊണ്ട് നോക്കിക്കാം. ഇപ്പം ഹയാക്ക് വേണ്ടി നോക്കാണ്. ഹയാക്കൊരു ഫർദ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം കണ്ടോ അയാളുടെ ഇത് ഫിക്സ്ഡ് ആണോ? അയാളുടെ പുറത്തോട്ടിടാൻ നോക്കുകയാണ് കേസ്. കേസ് അവരത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് അവിടെ നിന്ന് മുങ്ങിഹേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. എന്താണ് കുറേ ഫ്ലവർ പോട്ട്സാണ് കേസ്. നല്ല അടിപൊളി ഫ്ലവർ പോട്ട്സ് ഉണ്ട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലെന്ന് പറയുന്ന ക്യാൻഡിൽസ് ഉണ്ട്. സെൻറ്റഡ് ക്യാൻഡിൽ ഉണ്ട്, അല്ലാതെ കുറേ ഡിസൈൻസുള്ള ക്യാൻഡിലുണ്ട് കണ്ടോ. പിന്നെ ടൂത്ത് പിക്ക് ഉണ്ട് ഇവിടെ, പിന്നെ ഇയർബഡ്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി നമുക്ക് അവരുടെ അടുത്ത് തിരിച്ചിടും. അവരവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്തു. അല്ല പൊട്ടിക്കരുത്. ഇതും കൂടി വാങ്ങിക്കാം. അപ്പൊ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഗൈസ് നമുക്ക് നൈറ്റിൽ കകത്തിട്ട് പോകാം. ഇങ്ങനെ നൈറ്റിൽ തന്നെ പോവാം. നമുക്ക് ജസ്റ്റ് ചുമ്മാ നമ്മൾ വാങ്ങാനൊക്കെ വേണ്ടി വന്നു തന്നെ നമ്മളെല്ലാത്തിൻ്റെ കോഡ് വാങ്ങിച്ചിട്ട് പോവാണെങ്കിൽ ഇത് കൊള്ളാം. ഇതിന് കറക്റ്റാണോ എന്നറിയില്ല. എനിക്ക് ടോപ്പ് പോലെ അല്ല, എനിക്ക് നൈറ്റി മതി. ഇവിടെ കുറേ നല്ല അടിപൊളി ഷർട്ട്സ് ഉണ്ട്. ഞാൻ അവരെ പൊത്തപ്പെട്ടല്ല, ഞാൻ ഇവിടെ അവരെ തൊപ്പ് നടക്കേണ്ടി വരും. അയ്യോ അവിടെ എന്തേ കണ്ടോ. എനിക്ക് മഫ്ത ഇനി വേണോ? യേസ് കുറേ ഷൂസ് ഉണ്ട്. അവിടെ നല്ല അടിപൊളി ജീൻസൊക്കെ ഉണ്ട്. അയാൾക്ക് പറ്റിയത് എനിക്ക് പറ്റിയ കുറേ ടീഷർട്ട്സ് ഉണ്ട്. ഇവിടെ കുറേ ടീഷർട്ട്സ് ഉണ്ട് ഗായ്സ്. ഇവിടെ ടീഷർട്ട്സ് ഉണ്ട്. പിന്നെ കുറച്ച് പാൻറ്റ്സ്, പിന്നെ ഇവിടെ പാൻറ്റാണ്. ഇവിടെ കുഞ്ഞു പിള്ളേരാണ്. ഇത്രയും വലുതുണ്ട്. നമ്മുടെ നാട്ടിൽ 5-6 വയസ്സുള്ള പിള്ളേർക്ക് എന്ത് ചേരും കേസ്. ഇത്രയും ചെറിയ ഉണ്ട് കേസ്. ഇതെന്തുടുപ്പാണ്. 90s ഗേൾ. നമുക്ക് ഇപ്പുറത്തെ സെക്ഷനിലോട്ട് പോകാം. ഇവിടെ നല്ല അടിപൊളി വലിയ സെക്ഷൻ ഉണ്ട്. വലിയ നൈറ്റിക്കാൻ അവിടെ ഇപ്പുറത്തത് കണ്ടു കേസ്. മണി പോലത്തെ എന്ത് കഫ്താനല്ല കണ്ട കേസ്. ഇത് കണ്ട മാല, റിയൽ മാല കണ്ടൊക്കെ. സ്റ്റോൾസ് ആണ് ഇവിടെ. ഷോളോ എന്തുവാ? അയാൾക്ക് ഷോർട്സ്. നിനക്ക് മറ്റേൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ട് കേസ്. ഹയാക്ക് പറ്റുക. ഹയാക്ക് ഇതൊന്നും ചെയ്യാനില്ല. ഹയ 2 കയറും.
ഡേയ്സ് കുറേ ടീഷർട്സ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വാങ്ങി നോക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടു നല്ല കുറേ ടീഷർട്സ് ഒക്കെ ഉണ്ട്. കുറേ ബാസ്ക്കറ്റ്സ് ആണ് അവിടെ ഉള്ളത്. കുറേ ഗ്ലാസസ് ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ടോ ഈ 3 എണ്ണത്തിന് 5 റിയൽ. ഇതെന്തിനാ? ഓ ഇതെനിക്ക് മനസ്സിലായി. വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും. എന്നിട്ട് ഈ പൈപ്പ് അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കും. കുറേ ബക്കറ്റാണ്. പിന്നെ ഇവിടെ കുറേ കുപ്പികളുണ്ട്. എന്തിനാ വെള്ളം പക്ഷേ ജഗ്ഗുണ്ട്. പിന്നെ ഇവിടെ കുറേ മെഴുകുതിരിയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെയുണ്ട് കുറേ ഡസ്റ്റ്ബിൻസ്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ടിൻസ് ഉണ്ട്. ഇവിടെ അതേപോലെ ഹാങ്ങർ അങ്ങനെ കുറേ കാര്യങ്ങളും. ഇവിടെ കുറേ ടിൻസ് ഉണ്ട്. അവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ തക്കപ്പൂസം. പിന്നെ ഇവിടെയും കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പെട്ടി ഒരു സാധനമാണ്. ഇവിടെ നമ്മൾ വീണ്ടും ഡ്രസ്സ് സെക്ഷനിൽ തന്നെയാണ് വന്നത്. നല്ല രസമുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ഇത് കൈ കയറ്റുന്ന സാധനം. നിങ്ങൾക്ക് കുട്ടികളുടെ ഒരുപാട് പക്ഷേ ഇവിടെ ഇത് കണ്ടു വയസ്സ് നല്ല എടുപ്പിക്കലാണ് ഇവിടെ. ഇതെന്ത് ഇത് ഈ പാൻ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. അതുള്ള കഥാപാത്രങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇതെന്തോ ഇത് ഫ്രോക്കാണ്. ഞാനത്തെ ഫ്രോക്കും പാൻറ്റും കൂടെ ആയിരുന്നു. വലിയ ഫ്രോക്കാണ് എനിക്ക് വെച്ചത്. ഇത് കണ്ടു കൈസ്. ഇവിടെ നമ്മുടെ ഹോം എന്താണ്ടൊക്കെ സാധനങ്ങളാണ്. കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഇരിക്കാൻ സ്റ്റൂള്, കസേര, ടേബിള്, പിന്നെ നമ്മൾ പൂച്ചയ്ക്ക് വരയ്ക്കുന്ന സാധനം, പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്ന സാധനം, പിന്നെ നമ്മൾ ഡോറിൻ്റെ പുറത്ത് തൂക്കിയിടുന്ന എന്തോ ഇത് ഫ്രൈ പാൻ, പിന്നെ ജഗ് പോലത്തെ സാധനം, പിന്നെ കുറേ പ്ലേറ്റ്, ഗ്ലാസ്, ടിന്ന് ഒറ്റ പോയി ഗൈസ്. ഇത് അലുമിനിയം പാത്രമാണ് ഗൈസ്. ഉണ്ട് ലിഡ്, ഇത് ഒരു ഗ്ലാസ്സാണ്. ഇത് കുറേ പാത്രങ്ങളാണ്. ഇതേ ഗ്ലാസ്സിലേക്ക് പണ്ടുണ്ടായിരുന്നു ഗൈസ്. സെയിം അതെനിക്ക് റെഡ് കളർ, പക്ഷെ ഉമ്മി പൊട്ടിച്ചു ഗൈസ്. കുറേ ഗ്ലാസ് ഉണ്ട് ഗൈസ്. കണ്ടു നല്ല അടിപൊളി വെറൈറ്റി ഇത് നിൽക്കാറ്. ഐസ്ക്രീം പോപ്പ് എന്തോന്ന് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് എന്തോ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന സാധനം, അതാണ് ഞാൻ പറയുന്നത്. മുട്ട മുറുക്കുന്ന സാധനം. ഇത് കണ്ടു കുഞ്ഞു ഗ്ലാസ്. നമ്മൾ ഇതാണ് ഡോറിൻ്റെ പുറകിൽ വെക്കുന്ന സാധനം കണ്ടോ. ഇത് നമ്മൾ ഇത് കപ്പലിൻ്റെ ഇടുന്ന സാധനം വരെ ഇവിടെ വിൽക്കാൻ കൊടുക്കും. അതൊരു ന്യൂസ് പേപ്പർ അതാണല്ലോ. ഇതെന്തുവാണ്? ഇത് ബോട്ടോ ഒക്കെ മനസ്സിലായി. ചിക്കൻ ഫ്രൈ ഗൈസ്. കുറേ പ്ലേറ്റ് ഉണ്ട് ഗൈസ്. കുറേ ട്രേസ് ഉണ്ട്, കുറേ ലഞ്ച് ബോക്സ് അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാസറോൾ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ. ഇവിടെ അതേപോലെയൊക്കെ തന്നെയാണ് ഗൈസ്. തലവേദന എടുക്കുന്നു. ഞാൻ സാധനം കണ്ടു. ഇതെന്ത് ഇത് കണ്ടു ഗൈസ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ അറിയും? ഇങ്ങനെ അറിയുമല്ലേ? ആക്സിൻ്റെ മൊത്തം ഇത് അവിടെ എയർ ഫ്രയർ ലൈൻസും അങ്ങനെ. ഇത് റബ്ബർ ഷീറ്റ് ബോക്സ്. ഇതെന്തുവാ? കേക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് ഗൈസ്. ഇത് മറ്റേ ഇതല്ലേ ഫൗണ്ട് അങ്ങനെയാണ് സാധനം പറയുന്നത്. അതല്ല ഇത് തെറ്റിദ്ധരിച്ചു ഗൈസ്. എനിക്ക് ഈ സാധനം ഈ പഫ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിക്കുമ്പോൾ ഷർട്ടിക്കാൻ വരും ഗൈസ്. പിസ്സ മുറിക്കാൻ വേണ്ടി എന്തോതിൻ്റെ അടി അത് ബ്ലാ സ്പീഡ് പറ. ഇത് കണ്ട് നല്ല വുഡൻ കപ്പാണ്. നല്ല തടിയുടെ മണം. നല്ല വുഡൻ പാത്രമുണ്ട്. പാത്രം ചട്ടി കലം ഇവിടെ എല്ലാം അവൈലബിൾ ആണ്.
നമ്മുടെ ബാർബിക്ക് വെക്കുന്ന സാധനമാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ മുത്ത് ഒരു ചെയിൻ ഉണ്ടാക്കി. ഇനി മുത്തുണ്ടെങ്കിൽ ഇതും അതേപോലെ സെയിം സാധനം. ഇതെന്തോ സാധനം? ചിക്കൻ എടുക്കുന്ന സാധനം. ഓ നൈസ് സാധനം. ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.